സംസ്ഥാനത്ത് തുടർച്ചയായ മൂന്നാം ദിവസവും കനത്ത മഴ തുടരുന്നു. നദികളിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നതിനെ തുടർന്നും വിവിധ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയതിനെ തുടർന്നും സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. സ്ഥിതിഗതികൾ സങ്കീർണമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. അതേസമയം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത മലയോര മേഖലകളിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രളയസമാനമായ സാഹചര്യവും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. വെള്ളക്കെട്ടും മണ്ണിടിച്ചിൽ ഭീഷണിയുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിൽ പമ്പയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതോടെ ആറന്മുള, റാന്നി, തിരുവല്ല മേഖലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി. മൂഴിയാർ അണക്കെട്ടിന്റെ ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തിയതോടെ പമ്പയാറ്റിലും കക്കാട്ടാറ്റിലും ജലനിരപ്പ് വീണ്ടും ഉയരുകയാണ്. ആറന്മുള മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 20-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. റാന്നി ടൗണിൽ വെള്ളം കയറിയതോടെ വ്യാപാരികളുടെ ഓണം സ്റ്റോക്കുകൾ വൻതോതിൽ നശിച്ചു. മാമുക് ജംഗ്ഷനിലെ സ്വകാര്യ ആശുപത്രിയിൽ വെള്ളം കയറി പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. കോഴഞ്ചേരി, തിരുവല്ല റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഗതാഗതം സ്തംഭിച്ചു. അതേസമയം കക്കി ഉൾപ്പെടെയുള്ള മറ്റു വലിയ ഡാമുകൾ തുറക്കുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. വെള്ളപ്പൊക്കം രൂക്ഷമായ പത്തനംതിട്ടയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി കൊല്ലം തങ്കശ്ശേരിയിൽ നിന്ന് 10 മത്സ്യബന്ധന വള്ളങ്ങളും 40ഓളം തൊഴിലാളികളും അടങ്ങുന്ന സംഘം പുറപ്പെട്ടു. NDRF സംഘത്തോടൊപ്പം ബോട്ടുകളിലും JCBയിലുമായാണ് നിലവിൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നത്. നീരൊഴുക്ക് ശക്തമായതോടെ വിവിധ ജില്ലകളിലെ ഡാമുകളിൽ നിന്ന് നിയന്ത്രിതമായ അളവിൽ വെള്ളം പുറത്തുവിടുന്നുണ്ട്. കോഴിക്കോട് പറമ്പിൽ ബസാർ മേഖലയിൽ പുനൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് 200ഓളം വീടുകളിൽ വെള്ളം കയറി. മുൻകരുതലായി പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അപകട സമയത്ത് വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മഴക്കെടുതി രൂക്ഷമായ ജില്ലകളിൽ മുൻകരുതൽ നടപടിയായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. അച്ചൻകോവിൽ, മീനച്ചിൽ, മൂവാറ്റുപുഴ, മണിമല, കരുവന്നൂർ തുടങ്ങി പ്രധാന നദികളിലെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് ജലസേചന വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവരും താഴ്ന്ന പ്രദേശങ്ങളിൽ ഉള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മലയോര മേഖലകളിലേക്കും ജലാശയങ്ങളിലേക്കുമുള്ള അനാവശ്യ യാത്രകളും വിനോദസഞ്ചാരങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.